നെൽകൃഷി കേരള ജനതയുടെ ജീവൻ്റെ ഒരു അടയാളം തന്നെയാണ്. കാരണം നമുക്കറിയാം, നെല്ല് നമ്മുടെ ഐശ്വര്യമാണ്. അരി എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ഭക്ഷണമായി മാറിയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നെൽകൃഷി, പിന്നെ നാളികേര കൃഷിയുമാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ കുട്ടനാടിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു 150 വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ നെൽകൃഷി ആരംഭിച്ചു, അതൊക്കെ ഉണ്ടായി എന്ന് പറയാം. മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഒരു 150-200 വർഷത്തിൻ്റെ കൂടുതൽ പഴക്കം കേരളത്തിൽ കാണാൻ സാധ്യതയില്ല, ഒരു സംഘടിതമായ രീതിയിൽ കൃഷി വരുമ്പോൾ. പക്ഷേ അന്നത്തെ കൃഷി രീതി ഇന്നത്തെ കൃഷി രീതി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ പറയുമ്പോൾ 1.5 വർഷങ്ങളായിരുന്നു ആദ്യം കൃഷി. കാരണം പ്രകൃതിയുടെ പ്രതിഭാസമായിട്ട് ഇണങ്ങിപ്പോകാൻ കർഷകന് തുടർച്ചയായി കൃഷി ചെയ്തിരുന്നില്ല. മണ്ണിന് ജീവൻ വേണം, വിശ്രമം വേണം, മണ്ണിന് വളം സംഭരിക്കാനുള്ള സമയം വേണം. ഇവിടെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മുരിക്കനെ കുറിച്ച്. മുരിക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് നെൽകൃഷിയുടെ മേഖലയിലെ ഒരു പുതിയ ഇതിഹാസം സൃഷ്ടിച്ച ആളാണ്. അതായത് വിശാലമായ കായൽ പരപ്പിൻ്റെ അടിയിലുള്ള ചെളി എന്ന് പറഞ്ഞാൽ എക്കൽ നിറഞ്ഞ ചെളി. ഈ ചെളി ഈ 5-6 അടി താഴ്ചയിൽ നിന്ന് ആ ചെളി എടുത്ത് നീക്കം ചെയ്ത് അത് കൊണ്ട് ബണ്ട് ഉയർത്തി ആ ബണ്ടിൻ്റെ മുകളിൽ പിന്നെ മരങ്ങളും തെങ്ങും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു അസാധാരണ ത്യാഗത്തോടുകൂടിയ സാഹസികമായ കൃഷിയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ റാണി ചിത്തിര മാർത്താണ്ഡം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പേരിൽ ഉണ്ടായ ഭൂപ്രദേശങ്ങളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ അന്നത്തെ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നു? കാരണം കേരളത്തിൽ അരി ആഹാരം ആവശ്യത്തിനില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മുരിക്കന് അതിനുള്ള ഒരു നിയോഗം കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് തൊഴിലാളികളുമായിട്ട് വെളുപ്പിലെ ഇറങ്ങും വള്ളത്തിൽ. എന്നിട്ട് ഈ വെള്ളത്തിൽ ഈ തൊഴിലാളികൾ മുങ്ങി അടിയുന്ന ഈ 7-8 അടി താഴ്ച എന്നുള്ള ചെളി കുത്തിയെടുത്തിട്ട് അത് അപ്പുറം ഇപ്പുറേ ഓലക്കീറുകൾ കമുകും ഈറ്റയൊക്കെ നാട്ടി കുറ്റി നാട്ടിയിട്ട് അത് ഓലക്കീറ് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഈ ചെളി ഉയർത്തി ഒരു 8 അടി 10 അടി 15 അടി വീതിയിലുള്ള ബണ്ടുകൾ ഉയർത്തി ജലത്തിന് മുകളിൽ വരെ കൊണ്ടുവന്നു. അങ്ങനെ കെട്ടിയെടുത്തതാണ് 600 ഏക്കർ വീതമുള്ള റാണി ചിത്തിര മാർത്താണ്ഡം. അതുകൂടാതെ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പൂർവിക കാലത്ത് നടന്ന അസാധാരണ സംഭവങ്ങൾ. ഇന്ന് ഒരുപക്ഷെ ടൂറിസ്റ്റുകൾക്ക് ഇതൊരു കാഴ്ചയാണ്. ഇന്ന് അതെല്ലാം സർക്കാർ ഏറ്റെടുത്ത് അത് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭൂപരിഷ്കരണത്തിൻ്റെ പേരിൽ 74-75 കാലഘട്ടത്തിൽ ഇതെല്ലാം ഏറ്റെടുത്ത് നെൽകൃഷി ചെയ്യുന്ന മുരിക്കനെ പോലെയുള്ള ആ ആളുകളെല്ലാം ജന്മികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവർ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ നശിപ്പിച്ച് പുറത്താക്കി. അങ്ങനെ ഗവൺമെൻറ് ഏറ്റെടുത്തതെല്ലാം ഇന്ന് നാനാവിധമായിട്ട് കിടക്കുന്നു. റാണി ചിത്തിര ഇന്ന് നെൽപ്പാടങ്ങളല്ല. കഴിഞ്ഞ 35 വർഷമായിട്ട് 1 കിലോ അരി വിളയുന്നില്ല. അത് മുഴുവൻ ഇങ്ങനെ നശിച്ചോടെ കക്ക കുത്തിയെടുത്ത് അത് പാതാളം പോലാക്കിയിരിക്കുന്നു. ഈ പാക്കേജിൽ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ശ്രമിക്കുക. മാർത്താണ്ഡത്ത് മാത്രം അല്പം കൃഷിയുള്ളൂ. മുരിക്കനെ രാജ്യദ്രോഹിയായിട്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബലമായിട്ട് പിടിച്ചെടുത്താണ്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി അന്നത്തെ നക്സൽ നേതാവ് ചാരു മഞ്ജുദാർ കുട്ടനാട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്തതാണ് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി. അത് ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം ഈ മുരിക്കൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും കാർഷിക മേഖലയിലില്ല. പക്ഷേ അങ്ങനെയുള്ള പൂർവികരെ ഒട്ടേറെ ആളുകൾ ഈ കുട്ടനാടിൻ്റെ പാരമ്പര്യം കണ്ടറിഞ്ഞ് ഇവിടെ നെൽകൃഷി ഈ മേഖലയിൽ, അതായത് കഴുത്തറ്റം വെള്ളത്തിൽ ഈ നെൽകൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചവരാണ്. അതായത് ഇതൊരു ബിലോ സീ ലെവൽ ഫാമിംഗ് സിസ്റ്റമാണ്. സമുദ്രവിതാനത്തിന് താഴെ 2-2.5 മീറ്റർ താഴെ കൃഷി ചെയ്യുന്നത് അസാധാരണമായ സംഭവമാണ്. അപ്പോൾ പഴയ കാലത്ത് ആളുകൾ ഇവിടെ അങ്ങനെ താമസമില്ലായിരുന്നു. അവർ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിലാളികളെ കൂടി പാർപ്പിച്ച് ബണ്ടുകളിലൊക്കെ ചെറിയ ഷെഡുകൾ ഉണ്ടാക്കിയിട്ട് ആ ഷെഡുകളിൽ അവർ തൊഴിലാളികൾ താമസിപ്പിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വലിയ സാഹസികതയായിരുന്നു. അന്ന് ഇത്രത്തോളമുള്ള വിദ്യുച്ഛക്തിയുടെ സൗകര്യങ്ങളോ ഇത്രത്തോളമുള്ള വാഹന സൗകര്യങ്ങളോ ഗതാഗത സംവിധാനങ്ങളോ യാതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പ്രകൃതിയോട് മല്ലടിച്ച് ചെയ്ത കൃഷിയാണ്. അപ്പോൾ അന്ന് കൃഷി ചെയ്തിരുന്ന ആളുകൾ ജൈവ കൃഷിയായിരുന്നു തീർച്ചയായിട്ടും. കാരണം അവരൊന്നും രാസവളങ്ങൾ വന്നത് നമുക്കറിയാം പിന്നീടാണ്. ആദ്യകാലങ്ങളിലെ ഈ ചാണകവും ഈ ചപ്പും ചവറും കുട്ടനാട്ടിൽ സുലഭമായിട്ടുള്ള പച്ചിലകളും ഒക്കെ ഉപയോഗിച്ചുള്ള കൃഷിയായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുട്ടനാടിനെ സമ്പന്നമാക്കുന്നത് ഇവിടുത്തെ എക്കലാണ്. 4 നദികൾ പമ്പയും അച്ചൻകോവിലും മണിമലയും മീനച്ചിലും ഒക്കെ
ഇവിടെ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് വിലപ്പെട്ട സമ്പത്താണ്, അതാണ് എക്കൽ. പക്ഷെ ഇന്ന് ഈ എക്കൽ മുഴുവൻ നദികളുടെ അടിയിൽ അങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്, ഇതൊന്നും എടുക്കുന്നില്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ എക്കൽ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് ഈ രാസവളങ്ങൾ കടം മേടിച്ച് ഈ മണ്ണും വെള്ളവും പ്രകൃതിയും നശിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഹരിത വിപ്ലവം വന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ചേഞ്ചാണ്. ആദ്യകാലം മുതൽ 150-200 വർഷം മുമ്പ് മുതലുള്ള കൃഷി ജനങ്ങൾ തന്നെ അതിൻ്റെ ടെക്നോളജി കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഈ ചെയ്ത കൃഷി 1.5 വർഷമായതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു വർഷം കൃഷി കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് അവരെ ആ നെൽപ്പാടങ്ങൾ ഒരുക്കുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള കിഴക്കുനിന്ന് വരുന്ന എക്കലുകൾ സുലഭമായിട്ട് അടിയിൽ അടിഞ്ഞുകൂടിയത് അവരെ മുങ്ങിത്തപ്പി അത് കോരിയെടുത്തിട്ട് ബണ്ടുകൾ ഉയർത്തും. ആ ബണ്ടുകൾ ഉയർത്തുമ്പോൾ ഈ എക്കൽ മണ്ണിന് മുകളിൽ വരുമ്പോൾ ആ എക്കൽ ഒലിച്ച് പാടത്തോട്ട് വരും. അങ്ങനെ പാടത്തെ ഈ എക്കൽ സമ്പത്ത് നിറയുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ചുറ്റും അവർ പുല്ലും പട്ടിപ്പുല്ലും കൈതയും മഞ്ഞ മുളയും ഒക്കെ പിച്ച് പിടിപ്പിച്ച് ഈ ബണ്ടുകൾ സുരക്ഷിതം. അന്ന് കരിങ്കല്ല് കൊണ്ടൊന്നും അല്ല ബണ്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ 1.5 വർഷം കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് അതുകൊണ്ട് കഷ്ടിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ 2ാം ലോകമഹായുദ്ധം വന്നപ്പോൾ നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായി, അരി കിട്ടാനില്ലെന്നായി, ബർമയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്ന അരി ഇവർ വരാതായി. ആ സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെൻറ് തിരുവിതാംകൂർ രാജാക്കന്മാരും അത് കഴിഞ്ഞ് സബ്സിഡിയുടെ കാലത്തുമൊക്കെ കൂടുതൽ സഹായങ്ങൾ കൃഷിക്കാർക്ക് കൊടുത്തിട്ട് ഗ്രോ മോർ ഫുഡ്, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. ആ ഒരു ഉത്തരവാദിത്വം പാവപ്പെട്ട കർഷകന് നൽകിക്കൊണ്ട് കൂടുതൽ കൃഷിസ്ഥലം കണ്ടെത്താനും ഉൽപ്പാദിപ്പിക്കാനും വന്നു. അതിങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിലേക്ക് വരുന്നത്. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ആ ചിന്താഗതി വന്നത്. എന്തുകൊണ്ടാണ്? സ്വാമിനാഥനാണ് അതിൻ്റെ ഉപജ്ഞാതാവ് നമുക്കറിയാം. പക്ഷേ അതോടുകൂടി തന്നെ നെൽകൃഷി മേഖലയിൽ ഒരു ഭയങ്കര മാറ്റമാണ്. ഒരു വശത്ത് ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞാൽ കുതിച്ചുചാട്ടമുണ്ടായി. ആ ടൈമിലാണ് നെൽകൃഷി അതായത് പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് ഏതാണ്ട് ഉൽപ്പാദിപ്പിക്കാമെന്നായി പെട്ടെന്ന്. പക്ഷേ അവിടെ മറ്റു ചില പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ നാടൻ വിത്തിനങ്ങളെല്ലാം അന്യം നിന്ന് പോയി എന്നുള്ളതാണ്. നമുക്കിവിടെ നെൽകൃഷി ആദായകരമാകാനായിട്ട് അന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരു മാർഗം, ഈ വിത്തുകൾ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചാൽ ഒരു കിലോയ്ക്ക് 1 ഏക്കറിന് 500 കിലോ 700 കിലോ ഒക്കെ കിട്ടുള്ളൂ. അതെങ്ങനെ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ഒരു 3 ടണ്ണോ 2 ടണ്ണോ അല്ലെങ്കിൽ അതിനോടടുത്തോ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? അതിനെ വിത്ത് മാറണം. അവർ അത്യുൽപാദന ശേഷിയുള്ള വിത്ത് കുട്ടനാട്ടിലെ കർഷകരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴെന്താ അടുത്ത പ്രശ്നം? ഈ മണ്ണും ഈ വിത്തുമായിട്ട് ചേരുന്നില്ല. കാരണം ഈ മണ്ണിനെ സംബന്ധിച്ചോളം ഒരു അപരിചിതമായ വിത്താണത്. ഈ മണ്ണിലത് വളരാനായിട്ട് ഈ എക്കലിൽ അത് വളരാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി കൃത്രിമമായിട്ട് വളം ഉണ്ടാകണമായിരുന്നു. അതിനാണ് രാസവളം വന്നത്. അങ്ങനെ FACT അതുപോലുള്ള രാസവള ഫാക്ടറികളൊക്കെ വന്നു. കൃഷിക്കാരെ സഹായിക്കാനെന്ന് പറഞ്ഞു. കൃഷിക്കാർ അതുപോലെ വളത്തിന് വേണ്ടി കാശ് മുടക്കിയിരുന്നില്ല. കൃഷിക്കാരന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ നല്ല ഭാഗവും പോയത് വളം വാങ്ങിക്കാനാണ്. വളം വിട്ടു, രാസവളം വിട്ട് കൃഷി ആരംഭിച്ചു. കൃഷി മെച്ചപ്പെട്ടു. ഇവിടെ ഒരു തിയറിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാസവളം വെച്ചുള്ള കൃഷിയിലെ തിയറി, ഈ രാസവളം നെല്ലിനെ മാത്രമേ അത് ഇഞ്ചെക്ട് ചെയ്യുന്നുള്ളൂ. നെല്ലിൻ്റെ ആ ഒരു നെൽച്ചെടിയുടെ വളർച്ചയ്ക്ക് മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പക്ഷെ ജൈവ കൃഷിയിൽ ചെടിക്കല്ല പ്രാധാന്യം, മണ്ണിനെ സംരക്ഷിക്കുക. മണ്ണ് അതിൻ്റെ വഴിയെ നെല്ലിനെ നോക്കിക്കോളും, അല്ലെങ്കിൽ ഏത് ചെടി നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ മണ്ണിനെ മറന്നുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ഈ ഹരിത വിപ്ലവത്തിൽ വന്നത്. ഈ മണ്ണും അതിൻ്റെ എക്കൽ സമ്പത്തും ഉപേക്ഷിച്ചു. അതിന് പകരം കടം മേടിച്ച് രാസവളം കൊണ്ടുവന്നിട്ടു. അതിന് പകരം അപ്പോൾ രാസവളം വന്നപ്പോൾ എന്ത് പറ്റി? മണ്ണിൻ്റെ സ്ട്രക്ചർ മുഴുവൻ പോയി, സൂക്ഷ്മാണുക്കൾ പോയി. ഈ മണ്ണ് ജീവനുള്ളതാണെന്നുള്ളത് മറന്നുപോയി. ഈ ജീവനുള്ള മണ്ണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മണ്ണിലുണ്ടായിരുന്ന മിത്രകീടങ്ങളും നല്ല സൂക്ഷ്മജീവികളും ഈ ചെടിക്ക് വളം എത്തിച്ചു കൊടുക്കുന്ന ജീവികളെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ ഈ സൂക്ഷ്മാണുക്കളും മിത്രകീടങ്ങളും ഒക്കെ ഇല്ലാതായപ്പോഴാണ് രാസവളത്തിൻ്റെ പ്രയോഗം മൂലം കീടനാശിനി ഉപയോഗം കടന്നു വരുന്നത്. കാരണം ഈ ചെടിയുടെ സംരക്ഷകരായി നിന്നിരുന്ന
ജീവികളും കീടങ്ങളും ഒക്കെ ഈ രാസവള പ്രയോഗത്തോടെ അപ്രത്യക്ഷമായപ്പോൾ അവിടെ പുതിയ പുതിയ കീടങ്ങൾ ചെടിയെ കീഴടക്കാൻ തുടങ്ങി. കുട്ടനാടിന് അപരിചിതമായ ഒത്തിരിയേറെ കീടങ്ങളും പ്രാണികളും ഇവിടെ എത്തി. അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉപദേശിച്ചു കൊടുത്താണ് രാസ കീടനാശിനി പ്രയോഗം. അതിന് ഭീമമായ തുക കൊടുക്കേണ്ടി വന്നു. അതോടുകൂടി ഇവിടുത്തെ മണ്ണും വെള്ളവും ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യവും ഇല്ലാതായി. ഇന്നിപ്പോൾ കുട്ടനാട്ടിൽ മാസത്തിൽ ഒരു 3-4 പേര് ക്യാൻസർ കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലധികം രോഗികളും കർഷകരുമാണ്. എന്തുകൊണ്ടാണ്? ഈ തുടർച്ചയായിട്ടുള്ള കീടനാശിനി പ്രയോഗം മൂലം. അതിന് യാതൊരു നിയന്ത്രണവുമില്ല, സർക്കാരിന് യാതൊരു കൺട്രോളുമില്ല. കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് ഓരോ വർഷവും പുതിയ പുതിയ കമ്പനികൾ പേരിലെ വിഷം ഇവിടെ മാർക്കറ്റിൽ ഇറക്കുന്നത്. കടക്കാരനാണ് പറയുന്ന ഡോസേജ് എന്താണെന്ന്. കൃഷിക്കാരൻ യാതൊരു നിയന്ത്രണമില്ലാതെ കീടനാശിനി അടിക്കുന്നു. ഇത് വായുവിലൂടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ശ്വസിക്കുന്നു. പിന്നെ കളനാശിനി, ഇവിടെ ധാരാളം കുളവാഴയും മറ്റ് ജലസസ്യവും പായലും പോളയും ഉണ്ട്. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി കളനാശിനി ഉപയോഗിക്കും. നെല്ലിൻ്റെ ഇടയിലുള്ള കളകളെ നശിപ്പിക്കാൻ വേണ്ടി കളനാശിനി ഉപയോഗിക്കും. ഇതും മാരകമായി കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ നെൽകൃഷിയുടെ ആ മാറ്റം, അതായത് ഹരിത വിപ്ലവത്തോടുണ്ടായ മാറ്റം, മനുഷ്യൻ്റെ ആരോഗ്യവും പ്രകൃതിയുടെ ആരോഗ്യവും പോയി നെൽകൃഷി നഷ്ടത്തിലേക്ക് വരാൻ തുടങ്ങി, ചെലവ് കയറാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് നമ്മളൊരു 50-60 വർഷം ഹരിത വിപ്ലവത്തിൻ്റെ തുടക്കത്തിന് ശേഷം വന്ന് നിൽക്കുമ്പോൾ നെൽകൃഷി ആദായകരമാണോ എന്നൊരു ചോദ്യമാണ് വരുന്നത്. നെൽകൃഷി ആദായകരമാണോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ടെക്നിക്കലായിട്ട് ഉത്തരം പറയും. ഒരേക്കറിൽ നിന്ന് 2000 രൂപയോ 3000 രൂപ ലാഭം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറയും നെൽകൃഷി ലാഭകരമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് മറുചോദ്യമാണ്. ഇവിടെ ഭൂരിഭാഗവും കർഷകരും നാമമാത്ര കർഷകരാണ്. അല്ലെങ്കിൽ വളരെ പരിമിതമായ ഭൂമിയോ, ഒരു 2 ഏക്കർ 3 ഏക്കറിൽ ആവറേജ് ഹോൾഡിംഗ് ഉണ്ട്. ഈ 3 ഏക്കർ ഭൂമിയുള്ള മനുഷ്യൻ ആണ്ടിൽ ഒരു കൃഷിയാണ് ചെയ്യുന്നത്. ബാക്കി 6 മാസം വെറുതെ കിടക്കുന്നു. ഈ ആണ്ടിൽ ഈ 3 ഏക്കറിനകത്തുനിന്ന് ആകെ കിട്ടുന്നത്, പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം അനുകൂലമാണെങ്കിൽ കിട്ടാവുന്നത് 30,000 രൂപ ആയിരിക്കാം. 3 ഏക്കറിൽ നിന്ന് കിട്ടുന്ന ആദായം 30,000 രൂപ കൊണ്ട് ഒരു കൊച്ചു കുടുംബം എങ്ങനെ ജീവിക്കും? ഇന്നൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഇല്ലാതെ ഇന്ന് നമുക്കൊരു കൊച്ചു കുടുംബം, മക്കളുടെ വിദ്യാഭ്യാസം, ചികിത്സ, മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കെല്ലാം പോരാ. അപ്പോൾ ഈ 30,000 രൂപ കൊണ്ട് ഈ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കുകയില്ല, അതുകൂടെ എടുത്ത് ചെലവ് കഴിയും. അതുകൊണ്ടാണ് ഇത്തവണത്തെ കാർഷിക നയത്തിൽ ഒട്ടേറെ നിർദ്ദേശം ഉണ്ടെങ്കിലും വിട്ടുപോയൊരു കാര്യം, ഞാൻ ആ കാർഷിക നിർദ്ദേശത്തിൻ്റെ കരട് ചർച്ചയിലൊക്കെ പറഞ്ഞൊരു കാര്യം, കർഷകന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ തലത്തിലേക്ക് ഉയർത്തണം. സർക്കാർ അവനെ അപ്ഗ്രേഡ് ചെയ്യണം അവൻ്റെ ആ അവസ്ഥ. എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന പരിഗണന പോലെ അവർ രാജ്യത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയാണല്ലോ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനോട് ഒരു നിയമിക്കണം. എന്നിട്ട് പറയണം, നീ രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റിയുടെ കാവൽക്കാരനാണ്, നീ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നവനാണ്, അന്നം തരുന്നവനാണ്. അതുകൊണ്ട് നീ പട്ടിണി കിടക്കാൻ പാടില്ല, നീ മനുഷ്യനെ പോലെ അന്തസ്സുള്ളവനെ പോലെ ജീവിക്കണം, സമൂഹത്തിൽ നിനക്കൊരു ഉന്നത സ്ഥാനമുണ്ട്, ആ സ്ഥാനം അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് ഒരു സബ്സിസ്റ്റൻസ് അലവൻസ്, അവന് മറ്റ് വരുമാനങ്ങളൊന്നുമില്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ളത് പോരാതെ വരുമ്പോൾ ദരിദ്രനായിട്ട് കടക്കാരനായിട്ട് അവൻ ഇന്ന് കണ്ണുനീരോടെ അല്ല ഈ അരി ഉൽപ്പാദിപ്പിക്കേണ്ടത്. അവൻ ഒരു തുള്ളി കണ്ണുനീര് പോലും ആ നെൽപ്പാടത്ത് വീഴാതിരിക്കാൻ വേണ്ടി അവനെ നമ്മൾ സന്തോഷത്തോടെ ഉയർത്തി അവന് ഒരു സബ്സിസ്റ്റൻസ് നിലനിൽക്കാൻ വേണ്ടിയുള്ള അലവൻസ് കൊടുക്കണം. ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ കർഷകന് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട്. ആ പെൻഷൻ ഇപ്പം 400 രൂപയാണ്. അതും കിട്ടാറില്ല സമയത്ത്, വല്ലപ്പോഴേ കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു 60 വയസ്സ് വരെ ഒരു ഫുൾ ടൈം കർഷകൻ, എൻ്റെ കണക്കൂട്ടിൽ 2 കോടി മുതൽ 5 കോടിക്ക് ഇടയ്ക്ക് നെല്ല് അവൻ്റെ ജീവിതത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും. അവന് കൊടുക്കുന്നത് 400 രൂപ. അത് വല്ല കാലത്തും ഒരു 1000 രൂപയെങ്കിലും അവൻ്റെ പെൻഷൻ അവിടെയും അവനെ താഴ്ത്തു കാണും. മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്ന പെൻഷൻ ഉയർന്നതാണ്. അപ്പോൾ ഈ ആളിൻ്റെ വീട്ടിൽ മറ്റൊരാൾക്ക് പോലും ഒരു തൊഴിലോ ഒരു പെൻഷനോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഇവൻ അയോഗ്യനാകുന്നു. ഇങ്ങനെയുള്ള വേർതിരിവ് കാണിച്ചുകൊണ്ടുള്ള പെൻഷനാണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കർഷകന് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളെ നക്കാപ്പിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് കൃഷി ചെയ്യണമെന്ന് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അവന് നഷ്ടം നോക്കിക്കാണാൻ ആളില്ല. വളരെ വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഒരേക്കറിലെ ഇന്നത്തെ വിലയ്ക്ക് 17 രൂപ കിലോയ്ക്ക് വെച്ച് നോക്കിയാൽ 2500 കിലോ നെല്ല് കിട്ടുന്ന ഒരു കർഷകനെ ഇന്ന് അവനെ 10,000-40,000 രൂപയ്ക്ക് അടുത്ത നെല്ലുണ്ട്. ഈ നെല്ല് മുഴുവനും വെള്ളപ്പൊക്കത്തിലോ പ്രകൃതിക്ഷോഭത്തിലോ പോയാൽ അവന് കൊടുക്കുന്ന നഷ്ടപരിഹാരം 8,000 രൂപ മാത്രമാണ്.
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുണ്ട്. ഒരു കർഷകൻ വായ്പ എടുക്കുമ്പോൾ ആ വായ്പ ഇൻഷുർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ വിള ഇൻഷുർ ചെയ്ത വായ്പ സുരക്ഷിതമാക്കുന്നു. അവിടെ പോലും അനീതിയാണ്. അതായത് അവർ ചെയ്യുന്നത് ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും 8 പ്രദേശങ്ങളിലെ സാമ്പിൾ എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് പോകും. നെല്ലിൻ്റെ സാമ്പിൾ 8 സാമ്പിൾ കട്ടിങ് ഒരു പഞ്ചായത്തിൽ നിന്ന്. ഒരു പഞ്ചായത്തിൽ 20-25 പാടശേഖരം ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഓരോ പാടശേഖരത്തിൻ്റെ നഷ്ടം ഓരോ തരത്തിലാണ്. അപ്പോൾ റോഡറമ്പിലോ അല്ലെങ്കിൽ വോട്ട് വരുന്നിടത്ത് നിന്നുകൊണ്ട് സൈഡിലുള്ള 8 സാമ്പിൾ കൊണ്ടുപോകും. എന്നിട്ട് പറയും ഇവിടെ ഒരു നഷ്ടവും ഇല്ല. അല്ലെങ്കിൽ അതിന് ആവറേജ് എടുക്കും. ആവറേജ് എടുക്കുമ്പം 90% പോയ ഒരു പാടശേഖരത്തിലും 10% പോലും പോയില്ലെന്നായിരിക്കും റിപ്പോർട്ട് വരുന്നത്. അവിടെയും കൃഷിക്കാർക്ക് നീതി കിട്ടുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരുത്തണം. ഓരോ പാടശേഖരത്തിൻ്റെ നഷ്ടം പ്രത്യേകം തിട്ടപ്പെടുത്തണം. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് ഈ വിത്തിൻ്റെ പ്രാധാന്യം ഗവൺമെൻറ് മനസ്സിലാക്കുന്നില്ല. നമുക്ക് മങ്കൊമ്പിലൊരു നെൽ ഗവേഷണ കേന്ദ്രമുണ്ട് കുട്ടനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി. ഇവിടെ നമുക്ക് ഇതുവരെയും നല്ലൊരു നെല്ലിനം ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. ഒരു 15 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉമ എന്നൊരു ഇനം മാത്രം, D1 അല്ലെ ഉമ. അത് പൊക്കക്കുറവാണ്, അതിന് പിന്നെ ഈ മുഞ്ഞബാധ കുറവാണ്, അറ്റാക്കില്ല എന്നൊക്കെയാണ് തുടങ്ങിയപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഉമയുടെ അതിൻ്റെ പ്രതിരോധ ശേഷി എല്ലാം കുറഞ്ഞിട്ട് ഉമ വേറെ എന്തോ ഒരു നെല്ലിനുമായി അത് മിക്സ് ചെയ്ത് പോയിരിക്കുന്നു. കൃഷിക്കാർക്ക് അതിൻ്റെ വിത്ത് കിട്ടുന്നത് ഇപ്പോഴും കർണാടകയിൽ നിന്നോ മറ്റ് സംസ്ഥാനത്തു നിന്നോ പാലക്കാട്ടു നിന്നൊക്കെ ആയിരിക്കാം. പക്ഷെ ആ വരുന്ന വിത്തുകൾ ഇവിടെ വരുമ്പോൾ അത് പലതരം വിത്തിൻ്റെ ഒരു മിക്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് നെൽകൃഷിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് സ്വന്തമായിട്ട് വിത്തുണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ല. വിത്തുണ്ടാക്കിക്കോ, വിതച്ചോളൂ, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടത്തില്ല. ഒരേക്കറിന് 20 മുതൽ 25 രൂപ വരെ സബ്സിഡി പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടാറുണ്ട്. അത് കിട്ടണമെന്നൊരു സർക്കാർ കൊടുക്കുന്ന വിത്ത് മാത്രമേ വാങ്ങാവൂ. സർക്കാർ കൊടുക്കുന്ന വിത്താണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, നിലവാരമില്ലാത്ത വിത്ത് കൊടുക്കുന്നു. ഇതിനെയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ കർഷകർ സമരത്തിലാണ്. പക്ഷെ ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകുന്നില്ല. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഉൾപ്പെടുന്ന ഒരു വിശാല കുട്ടനാട്ടിൽ ഇന്ന് ഒരു 42,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ വിളവനുസരിച്ച് ഒരു ഹെക്ടറിന് 2,500, ഒരു ഏക്കറിന് 2,500 കിലോ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നെൽകൃഷിയിലെ വിസ്തൃതി നോക്കുമ്പോൾ ഏതാണ്ട് 37% ആലപ്പുഴ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടേതാണ്. 2 ജില്ലയുടെയാണ് മെയിനായിട്ട്. പത്തനംതിട്ട കുറവാണ്. അപ്പോൾ ഈ 37% ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുട്ടനാടാണ്. നെല്ലിൻ്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും 17 രൂപയാണ് ഒരു കിലോ. 17 രൂപ കൊണ്ട് കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നെല്ല് വില വർഷം തോറും കൂട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ് 25 രൂപയെങ്കിലും ഒരു കിലോ നെല്ലിന് വില കിട്ടിയാലേ ഈ പാവപ്പെട്ട സാധാരണക്കാരായ കൃഷിക്കാർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ വേറൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ തൊഴിലാളികളില്ല. ശരിയാ, ഇപ്പോൾ യന്ത്രവൽക്കരണം ഒരു തരത്തിൽ, അത് ഞാൻ പണ്ട് നടത്തിയ ഒരു ഭയങ്കരമായ നീക്കത്തിനും സമരത്തിൻ്റെയും ഭയങ്കരമായ ഒരു മീഡിയയിൽ കൂടി നടത്തിയ ഒരു പോരാട്ടത്തിന് ശേഷമാണ് 2008 ശേഷം യന്ത്രം ഇവിടെ അനുവദിച്ചത്. അതിനുമുമ്പ് കൊയ്യണവരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസിൽ പോയി അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കണം. അവരുടെ അനുവാദത്തിന് വേണ്ടി തൊഴിലാളികൾ കൊയ്യണോ യന്ത്രം കൊയ്യണോ എന്ന് അവരാ തീരുമാനിക്കുന്നു. അങ്ങനെ ദിവസങ്ങളോളം നെല്ല് കടന്ന് പൊഴിഞ്ഞും മഴയത്ത് നശിച്ചും പോയ ചരിത്രമുണ്ട്. ഇപ്പോഴും അവിടെ സ്വാതന്ത്ര്യം ശരിക്കും വന്നിട്ടില്ല. ഇനി ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ ഈ നെല്ല് ഏറ്റെടുക്കുന്നത് സപ്ലൈക്കോ ആണ്. അവർ മില്ലുകാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നെല്ല് ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പം 100 കിലോ നെല്ല് എടുത്തുകൊണ്ട് പോകുമ്പോൾ 10 കിലോ വരെ എങ്കിലും അവർ കൂടുതൽ വാങ്ങിക്കാറുണ്ട്. കാരണം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിനകത്ത് പിന്നെ കറവലുണ്ട്, ഇതിനകത്ത് നിറവ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഈർപ്പം കൂടുതലാണെന്ന് പറഞ്ഞു. അതിന് ഭീമമായ സമരങ്ങൾ ഞങ്ങളെല്ലാം നടത്തിയാണ് അതെല്ലാം ഒന്ന് അവരെ നീതിയോടെ ഈ കൈമാറ്റം നടക്കുന്നത്. നെല്ലിൻ്റെ കാശ് കിട്ടുന്നതും ഈ കാശ് കിട്ടുന്നത് നെല്ല് കൊടുത്തു കഴിഞ്ഞ് 3-4 മാസം കർഷകർ കയറി ഇറങ്ങി നടക്കണം. ഇവർക്ക് ഈ കാശ് കിട്ടിയിട്ട് വേണം അടുത്ത തുടർ കൃഷി വേണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമുണ്ട്, ചികിത്സയുണ്ട്, കല്യാണമുണ്ട്,
ഒത്തിരിയേറെ ആവശ്യങ്ങൾക്ക് ഇതല്ലാതെ ഒരു മാർഗമില്ല. പക്ഷെ സർക്കാർ കാശ് കൊടുക്കുന്നത് അവർക്ക് തോന്നുമ്പോഴാണ്. അതിലെത്രയോ സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഇതാണോ ഒരു അന്നം ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന ഒരു ജനതയോട് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹം കാണിക്കുന്നു? ഇവിടുത്തെ തൊഴിലാളികൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ തൊഴിലാളികളുടെ പ്രളയമാണ്. എപ്പോഴാ ചുമട്ട് തൊഴിലാളികൾ. ഇവിടെ നെല്ല് എടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് നമ്മൾ റോഡിൻ്റെ സൈഡ് നിറയെ ജനമാണ്, മുഴുവൻ യൂണിഫോം ഇട്ട തൊഴിലാളികൾ. അവരെ തോന്നുന്ന കൂലി ഒരു കിൻഡൽ നെല്ല് 50 മീറ്റർ നടന്ന് ലോറിയെ കയറ്റുന്നതിന് 35 രൂപയാണ് അനുവദനീയമെങ്കിൽ അവർ 75, 80, 100 തോന്നുംപടി വാങ്ങിക്കും. കർഷകനെ ഭയപ്പെട്ട് ഇവരുടെ ആ ട്രേഡ് യൂണിയൻസിന്റെ മുമ്പിൽ ഭയപ്പെട്ട് അവർ ചോദിക്കുന്ന കൊടുക്കുകയാണ്. ചാക്ക് നൂലിൻ്റെ വരെ വില കൂടുകയാണ് ഈ ഗവൺമെൻറ് നെല്ല് വില കൂട്ടുമ്പോൾ. ഒരു ചാക്ക് നെല്ല് നിറയ്ക്കുന്നതിന് ഒരു 4-5 കൊല്ലം മുമ്പ് 5 രൂപയുള്ള നിറച്ച് തയ്ച്ചു തരുന്നതിന് ഇന്നത് 15-20 രൂപ ആയി കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് നെല്ല് വില കൂട്ടി തന്നല്ലോ സർക്കാർ, ഞങ്ങൾക്ക് കുറച്ച് തന്നാലെന്താ? അങ്ങനെ 2 തരം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഒന്ന് വള്ളത്തിൽ കയറ്റി വള്ളം ഊന്നി കരയ്ക്ക് കൊണ്ടുവന്നിട്ട് കരയിൽ നിന്ന് പിന്നെ ലോറിയെ കയറ്റണം. ഇതെല്ലാം കർഷകന് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, 1 കിൻഡൽ നെല്ലിന് കൈകാര്യ ചെലവ് ഗവൺമെൻറ് തരണം. 12 രൂപ 2005 ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് നെല്ല് സംഭരണം ആരംഭിക്കുന്നത്. അന്ന് ഞാൻ ശവപ്പെട്ടിക്കകത്ത് നെല്ല് എടുത്തുകൊണ്ട് നടത്തിയ ഒരു ഐതിഹാസിക സമരത്തിന് ശേഷമാണ് കുട്ടനാട്ടിലെ നെല്ല് ഗവൺമെൻറ് ഏറ്റെടുത്ത് പിന്നെ എല്ലാ ജില്ലകളിലെയും അന്ന് വെച്ചതാണ് 1 കിൻഡൽ നെല്ലിന് കയറ്റുകൂലിയും അതിൻ്റെ ചെലവും എല്ലാം കൂടി 12 രൂപ ഒരു സഹായം. അത് ഇന്നിപ്പോൾ 8 കൊല്ലം കഴിഞ്ഞിട്ട് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ കാലാകാലം ഉണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ പ്രഖ്യാപിച്ചതാണ് ഈ ഗവൺമെൻറ് തന്നെയും കുട്ടനാട്ടിലെ കർഷകരുടെ പമ്പിംഗ് സബ്സിഡി. അത് കുട്ടനാട്ടിൽ മാത്രമുള്ള പ്രത്യേകത. പമ്പിങ്ങിൻ്റെ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കുക. കാരണം എല്ലായിടത്തും വെള്ളം അകത്തേക്ക് ഇത് കയറ്റുകയാണെങ്കിലും വെള്ളം പുറത്ത് കളഞ്ഞ് കൃഷിയാണ്. ഇത് ലോകത്ത് അപൂർവം സംഭവമാണ്. അപ്പോൾ ഇത് ചിലവരുതാണ്. ഇലക്ട്രിസിറ്റി വേണം, പെട്ടിപ്പറ വേണം, യന്ത്രങ്ങൾ വേണം, അത് കോൺട്രാക്ട് പിടിക്കണം, കോൺട്രാക്ടർമാർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് കാലാകാലങ്ങളിൽ ഇതെല്ലാം വർദ്ധിക്കുന്നു. 15 വർഷം മുമ്പ് നിശ്ചയിച്ച ഒരു തുക അതാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് ഒരു ഏക്കർ 300 500 രൂപ വരെ കൊടുക്കും. പക്ഷേ ഇന്ന് ഒരു ഏക്കർ 2500 രൂപ വരെ പമ്പിങ് ചിലവായി കഴിഞ്ഞു. ബാക്കി വരുന്ന കാശ് ഇന്നും കർഷകൻ കൊടുക്കുകയാണ്. അത് ഗവൺമെൻറ്റും കർഷകരും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെതിരാണ്. മുഴുവൻ കൊടുത്തോളാമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. വീണ്ടും കഴിഞ്ഞതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ ഒന്നുകൂടെ പ്രഖ്യാപിച്ചു കംപ്ലീറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ ഒരു പൈസ പോലും കർഷകർ കൊടുത്തിട്ടില്ല. അങ്ങനെ പമ്പിങ്ങിൻ്റെ ചിലവുകൾ, പിന്നെ പോള വാരി മാറ്റുന്നത്. ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത 6 മാസം കഴിയുമ്പോൾ പാടം മുഴുവൻ കുളവാഴയും കടകലും പോളയും പായലും നിറഞ്ഞു കിടക്കുന്നു. ഇത് ക്ലീൻ ചെയ്ത് അടുത്ത കൃഷി ആരംഭിക്കണമെങ്കിൽ ഏക്കറിന് 5000 രൂപയെങ്കിലും കൃഷിക്കാർക്ക് അധിക ചെലവാണ്. ഈ ചെലവ് വഹിക്കാൻ കൃഷിക്കാരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്, ഞാനൊരു അഭിപ്രായം പറയുന്നത്, ഗവൺമെൻറ് ഈ കൃഷിക്കാരൻ്റെ ചെലവിനെ പഠിക്കണം. പഠിച്ചിട്ട് ഒരു ധവളപത്രം ഇറക്കണം, അല്ല ആധികാരികമായിട്ട് പ്രഖ്യാപനം നടത്തണം. കുട്ടനാട്ടിലെ 1 ഏക്കറിലെ കൃഷി, പാലക്കാട്ടെ 1 ഏക്കറിലെ കൃഷി, തൃശ്ശൂർ കോൾനിലങ്ങളിലെ കൃഷി, ഓരോ മേഖലകൾക്കും ഏരിയ സ്പെസിഫിക് ആയിട്ട് അവിടുത്തെ ചെലവുകളെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിനാനുപാതികമായിട്ട് കൃഷിക്കാർക്ക് സബ്സിഡി വർദ്ധിപ്പിക്കണം. അല്ലാതെ സ്റ്റേറ്റ് മുഴുവൻ ഒരേ രീതി കൊടുത്തിട്ട് കാര്യമില്ല. കൂടുതൽ കഷ്ടപ്പാടും ത്യാഗവും കൂടുതൽ പ്രകൃതിക്ഷോഭം നേരിടുന്ന ഇതുപോലുള്ള പ്രദേശങ്ങളിലെ കൃഷിക്കാരെ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് സംരക്ഷിക്കണം. നക്കാപ്പിച്ച് കൊടുക്കരുത്, ഇങ്ങനെ കൊടുത്തു വെച്ച് പ്രഖ്യാപിക്കരുത് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. ആ ഒരു ചിന്തയല്ല വേണ്ടത്. കൃഷിക്കാരന് സ്വാതന്ത്ര്യം കൊടുക്കണം. അവനെ ഒരു കെട്ടുപാടിൻ്റെ അടിമയാകാൻ പാടില്ല. രാഷ്ട്രീയങ്ങളിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കണം. അവൻ അധ്വാനിച്ചുണ്ടാക്കട്ടെ, അത് രാജ്യത്തിന് വേണ്ടിയാണ്. ആ ഒരു ചിന്ത കൊടുക്കണം. 1 ഏക്കർ നെൽപ്പാടം ഉള്ളവനും ആ 1 ഏക്കർ നെൽപ്പാടം കൊണ്ട് ഉപജീവനം നടത്തണം. ഞാൻ വളരെ വിപ്ലവകരമായൊരു കാര്യം ഈ കുട്ടനാട് ഉത്സവത്തിന് നേതൃത്വത്തിൽ 2006 തുടങ്ങിയത്, ഇവിടെ പാട്ടകൃഷിക്ക് ഞാൻ ലോൺ കൊടുക്കാൻ തുടങ്ങി. അത് പക്ഷേ കേരളത്തിൽ അപൂർവ സംഭവമാണ്. സ്വന്തം നിലത്തിൽ കൊടുക്കാൻ റിസർവ് ബാങ്ക് നിയമമുള്ളൂ. 2006 ഞങ്ങൾ SPTയുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരുപാട് ആളുകൾ, കുട്ടനാട്ടിൽ 60% ആൾക്കാരും നെൽപ്പാടം ഉടമസ്ഥരല്ല ഇവിടുന്ന് പോയി, സ്ഥലം വിൽക്കാതും അവിടെ ഇട്ടിട്ട് അവർ കുടിയേറിപ്പോയി മറ്റു നഗരങ്ങളിലേക്ക്. അത്ര ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ വെറുതെ കിടക്കുമ്പോൾ ഈ ടെക്നോളജി അറിയാവുന്ന നമ്മുടെ തൊഴിലാളികളും പാവപ്പെട്ട കൃഷിക്കാരും അവരെ പണമില്ല, അവർ ബ്ലേഡിൽ പോയി 60% പലിശക്കെടുത്താണ് പാട്ടകൃഷി ചെയ്തിരുന്നത്. അവർക്ക് ചെറിയ പലിശയ്ക്ക് വായ്പ കൊടുക്കുവാനായിട്ട്, അവർക്ക് സ്ഥലം കണ്ടെത്തുവാനായിട്ട് അങ്ങനെ ലോൺ ക്രമീകരിച്ച് 2006 അന്ന് ചെറുതായിട്ട് തുടങ്ങി. ഇന്ന് കുട്ടനാട്ടിലെ 500 സിസ്റ്റം സംഘങ്ങളുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ 15 കോടി രൂപയോളം ഓരോ സീസണിലും ഞങ്ങൾ ബാങ്കിൽ നിന്ന് 4% പലിശയ്ക്ക് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷ്യോൽപാദനം ഇന്ന് ശക്തമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം സഭയുടെ ഏറ്റവും വലിയ ദൗത്യമാണ് കർഷകനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. കർഷകൻ, നമ്മളിനി ഹൈ റേഞ്ചിലോട്ടൊക്കെ പോയാലും
കുടിയേറ്റക്കാർ ഭൂരിഭാഗം, ഞാൻ ഹൈറേഞ്ച് 10 വർഷം ജോലി ചെയ്തതാണ്. കുടിയേറ്റക്കാർ ഭൂരിഭാഗവും നമ്മളെ ക്രൈസ്തവരാണ്. അവരെ ഒരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് അവർ ഈ രാജ്യത്തിന് ചെയ്ത സംഭാവന നാണ്യവിളകളായാലും അത് കുരുമുളകോ ഏലവോ കാപ്പിയോ ഒക്കെ എടുത്തു നോക്ക്, അതെല്ലാം ഭൂരിഭാഗവും നമ്മുടെ ആളുകളാണ്. അതുപോലെ തന്നെ ഈ കുട്ടനാടൻ മേഖലയിലും കർഷകരെല്ലാം ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. പക്ഷേ അതിൽ നിന്ന് ഇന്ന് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നതിൽ ദുഃഖമുണ്ട്. മക്കളൊക്കെ പുറത്തു പോയി കഴിയുമ്പോൾ കർഷകൻ അവൻ്റെ വിളി മറന്നു പോവുകയാണ്. പക്ഷെ ചില ആളുകളുണ്ട് ഇപ്പോഴും മക്കളൊക്കെ നല്ല നിലയിലെത്തി കാശുണ്ടെങ്കിൽ പോലും നെൽപ്പാടങ്ങൾ വിൽക്കാതെ ഇപ്പോഴും ആ പാടത്തെ ചേറിലും ചെളിയിലും പോയിന്ന് ആ നെല്ലിൻ്റെ മണവും അതിൻ്റെ ആ ചൂടും ഒക്കെ ആയിട്ട് ഇന്ന് കൃഷി ചെയ്യുന്ന ഒട്ടേറെ പ്രായം ചെന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ നമുക്ക് യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവരാം? ഇത് യുവാക്കൾ കൂടി ആ സഭയുടെ ഒരു വിളിയാണെന്ന് ധാരണ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ദൈവവിളിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും കർഷകൻ്റെ വിളി അങ്ങനെ വിളിയുണ്ട്, അൽമായ വിളിയുണ്ട്, പൗരോഹിത്യമുണ്ട്, സന്യാസമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു വിളിയാണ് കർഷകൻ്റെ ദൈവവിളി. കർഷകൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലം കൈയാകാൻ വേണ്ടിയുള്ള വിളിയാണ്. ഭൂമിയെ ദൈവം ഏൽപ്പിക്കുകയാണ് മനുഷ്യൻ്റെ കയ്യിൽ. നീ അധ്വാനിച്ച് അതിനെ മനോഹരമാക്കുക. ദൈവമാണ് വിളയിക്കുന്നത്. 1 മണി നെല്ല് നോക്കുക, അത് 120 ദിവസം കഴിയുമ്പോൾ അതേ 10 എത്ര 50 60 മണികൾ, സ്വർണ്ണമണികൾ കുമ്പിട്ട് നമ്മുടെ മുമ്പ് നിൽക്കുകയാണ്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ദൈവമാണ് ഇതിനൊക്കെ രൂപവും മനോഹാരിതയും ഫലവും തരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വലം കൈയായി സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൻ്റെ പങ്കുപറ്റലാണ് കാർഷിക വൃത്തി എന്ന് നമ്മൾ ഇനിയും പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മതപഠന ക്ലാസ് മുതൽ ഈ ഒരു അവബോധം നമ്മൾ വളർത്തേണ്ടതുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലുള്ള പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലുമൊക്കെ കൃഷിയെക്കുറിച്ച് തന്നെ ഓരോ ടോക്കുകൾ നമ്മൾ കൊടുക്കേണ്ട കാലമായിരിക്കുന്നു. അത് നമ്മുടെ ഒരു ദൗത്യമാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, സഭ അതിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്.